ഉടമകൾ ശ്രദ്ധിക്കുക. 2026 റേഷൻ കാർഡ് മാനദണ്ഡങ്ങളിൽ സർക്കാർ വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. ഈ പുതിയ നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡ് റദ്ദാക്കപ്പെട്ടേക്കാം. ആർക്കൊക്കെയാണ് അർഹത നഷ്ടപ്പെടുന്നത്? എന്തൊക്കെയാണ് പുതിയ നിയമങ്ങൾ? നമുക്ക് പരിശോധിക്കാം. റേഷൻ വിതരണത്തിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരുന്നതിനായി ഡിജിറ്റൽ വെരിഫിക്കേഷൻ സർക്കാർ നിർബന്ധമാക്കിയിരിക്കുകയാണ്. ആധാർ അധിഷ്ഠിത ബയോമെട്രിക് അല്ലെങ്കിൽ ഫേഷ്യൽ റെക്കഗ്നിഷൻ വഴി ഈ KYC പൂർത്തിയാക്കാത്തവരുടെ കാർഡുകൾ താൽക്കാലികമായി ബ്ലോക്ക് ചെയ്യപ്പെടും. പ്രധാനമായും താഴെ പറയുന്ന വിഭാഗങ്ങളിൽ പെടുന്നവർക്ക് മുൻഗണനാ കാർഡുകൾ കൈവശം വയ്ക്കാൻ അർഹതയുണ്ടാവില്ല. കുടുംബത്തിൽ വാർഷിക വരുമാനം നിശ്ചിത പരിധിയിൽ കൂടുതലുള്ളവർ, കുടുംബത്തിൽ ആരെങ്കിലും സർക്കാർ ജോലിയുള്ളവർ, ആദായ നികുതി അടയ്ക്കുന്നവർ, സ്വന്തമായി 4 ചക്ര വാഹനങ്ങൾ ഉള്ളവർ, അതായത് വാണിജ്യ ആവശ്യങ്ങൾക്കല്ലെങ്കിൽ നിശ്ചിത അളവിൽ കൂടുതൽ ഭൂമിയോ വലിയ വീടുകളോ ഉള്ളവർ എന്നിവരെല്ലാം കാർഡ് സറണ്ടർ ചെയ്യേണ്ടി വരും. വൺ നേഷൻ വൺ റേഷൻ കാർഡ് പദ്ധതി വഴി ഇന്ത്യയിൽ എവിടെ നിന്നും റേഷൻ കാർഡ് വാങ്ങാനുള്ള സൗകര്യം ഇപ്പോൾ കൂടുതൽ ശക്തമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തുടർച്ചയായി 3 മാസത്തിൽ കൂടുതൽ റേഷൻ വാങ്ങാത്ത കാർഡുകൾ പരിശോധിക്കാനും അവ പൊതുവിഭാഗത്തിലേക്ക് അഥവാ വൈറ്റ് കാർഡിലേക്ക് മാറ്റാനും സർക്കാരിന് അധികാരമുണ്ട്. കേരളത്തിൽ ഇതിനോടകം തന്നെ അനർഹരായവരിൽ നിന്ന് 10,000 കണക്കിന് കാർഡുകൾ പിടിച്ചെടുത്ത് അർഹരായവർക്ക് നൽകി കഴിഞ്ഞു. നിങ്ങളുടെ കാർഡിലെ വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. അർഹതയില്ലെങ്കിൽ കാർഡ് സ്വമേധയാ സറണ്ടർ ചെയ്യുന്നതാണ് പിഴ നടപടിയിൽ നിന്ന് ഒഴിവാക്കാൻ നല്ലത്.